കാശ്മീർ താഴ്വരയേക്കാൾ ഏറെ ദുരിതം അനുഭവിച്ചിരുന്നത് ജമ്മുവിലെ ജനങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ജനജീവിതം ഏതാണ്ട് സാധാരണ നിലയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ വേണ്ടി കഴിയും. രാവിലെ ആൾക്കാരൊക്കെ ഈ പത്രങ്ങളൊക്കെ വായിക്കുകയാണ്. कैसा है? अच्छा खबर है? नहीं, बुरी खबर है। बुरी खबर है। सीज़फायर हो गया? सीज फायर भी है, फिर भी उल्लंघन किया गया। हाँ, फिर भी फायर गोलीबारी हो रही है। अभी क्या होगा अगर? अभी होगा क्या, अभी कुछ पता ही नहीं चल रहा है। सरकार भी पता नहीं कैसे कर रही है और आतंकवाद फैलाया जा रहा है। അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിന്ന് വിഭിന്നമായി ആൾക്കാരൊക്കെ ഇപ്പോൾ നിരത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ടാണ് ഈ ആൾക്കാരുടെ ഇറങ്ങുന്നതിന് ഒരു കുറവ് വരുന്നത്. പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഈ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്കയുണ്ട്. പക്ഷേ ഒരു വലിയ ഒരു ആശ്വാസം ഇവിടുത്തെ ജനങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ്റെ ശക്തമായ പ്രകോപനം നടന്ന ജമ്മു, സാംബ, രജോരി, പൂഞ്ച്, മെന്ദാർ, ഉധംപൂർ ഈ മേഖലകളിലൊക്കെ തന്നെ ജനജീവിതം സാധാരണ രീതിയിലേക്ക് വരുന്നുവെന്നാണ് നമുക്ക് ഈ കാഴ്ചകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാകുന്നത്.